പിന്നെ അമ്മ എന്ന് പറയുന്ന സംഘടന, അമ്മ ഞാൻ പണ്ടും പറയുന്നവരാണ്, അമ്മ ഒരു തന്തയില്ലാത്ത സംഘടനയാന്ന് പറയും. കാരണം അമ്മയല്ലേ, അച്ഛൻ ഇല്ലല്ലോ. അമ്മ എന്നുള്ളത് തന്നെ, അച്ഛൻ എന്ന് പറയുന്ന ഒരു ഇതില്ല അതിനകത്ത്. അപ്പം അമ്മയ്ക്ക് ഭർത്താവില്ലാത്തൊരു സാധനമാണ് അമ്മ. ഇത് എന്ത് അമ്മയാണ്? കവിയൂർ പൊന്നമ്മയാണോ അതോ വേറെ എന്തെങ്കിലും പൊന്നമ്മയാണോ? സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വളരെ മോശമാണ്, ഇത് ഒരു തരം ആൺവേഷികളുടെയും പെൺവേഷികളുടെയും ഒരു കൂടാണെന്നൊക്കെ പറയുന്ന ഒരു സൊസൈറ്റിയിലാണ്. എൻ്റെ പെങ്ങളുടെയോ എൻ്റെ സുഹൃത്തുക്കളുടെയോ എതിരെ അവർ കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ കതവ് മുട്ടുകയോ അവരെ കയറി പിടിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏത് സൂപ്പർ സ്റ്റാറിനാണെങ്കിലും അവൻ്റെ ലിംഗം വരെ കാണാതെ പോകും. ഇപ്പം ഏറ്റവും കൂടുതൽ വിവാദമായിട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം നടികളുടെ, അതായത് രാത്രി നടികളുടെ വാതിലിൽ മുട്ടുന്നു, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് പുറത്തു നിൽക്കുന്നത്. അതും 4-5 വർഷം മുന്നേ ആരംഭിച്ച ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനെ കുറിച്ച് എന്താ താങ്കൾക്ക് പറയാം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം വളരെ സെലക്റ്റീവാണ്, ടു ബി ഫ്രാങ്ക്. ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്തൊരു കാര്യം ആവശ്യപ്പെട്ട് അതിനെപ്പറ്റി ഒരു മറുപടി പറയണം അല്ലെങ്കിൽ പ്രതികരണം. ഇപ്പം ജസ്നയുടെ കേസിലെടുക്കാം. ജസ്നയുടെ കേസിൽ ജസ്ന എന്ന് പറയുന്ന കുട്ടീനെ മുസ്ലിം തീവ്രവാദികൾ ഹിന്ദു ദൈവത്തിൻ്റെ പടം ഒരു മുസ്ലിം പെൺകുട്ടി വരച്ചു എന്ന് പറഞ്ഞിട്ട് മുസ്ലിം തീവ്രവാദികൾ ആ കുട്ടിയെ ആക്രമിച്ചു. അതുപോലെ അന്യം മതക്കാരി ഇതേപോലെ അവരുടെ കൃഷ്ണന്റെ പടം വരച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു തീവ്രവാദികൾ ആ കുട്ടിയെ ആക്രമിച്ചു. ഈ 2 ആക്രമണത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ആ കുട്ടി തകർന്ന സമയത്ത് അവിടുത്തെ കോഴിക്കോടുള്ള മീഡിയ ആൾക്കാരും ബാക്കിയുള്ളവരുമൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ പലവരും ഇതിനെപ്പറ്റി സംസാരിച്ചു. ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഇത്രയും ഈ ടെറർ ഗ്രൂപ്പുകൾ, ഇത്രയും തീവ്രവാദികൾ അതിനെ ഒറ്റയ്ക്ക് വേട്ടയാടിയപ്പോൾ അതിനെ ആരും സഹായിക്കാനില്ലെന്ന് കണ്ടപ്പോൾ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കാര്യത്തിൽ ഞാനത് അതുമായിട്ട് സംസാരിച്ചപ്പോൾ അതിനാരുമില്ല എന്ന് പറഞ്ഞ് അത് കരയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ എൻ്റെ അടുത്ത് ആരും ഇതിനെപ്പറ്റി ഒരാവശ്യവും പറഞ്ഞിട്ടില്ല. ഇനി എൻ്റെ പെങ്ങളുടെയോ എൻ്റെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരുടെയോ എൻ്റെ കൂട്ടുകാരന്മാരുടെ പെങ്ങന്മാരോ കുടുംബത്തിലുള്ള സ്ത്രീകൾക്കോ ആർക്കെതിരെ അവർ കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ കതവ് മുട്ടുകയോ അവരെ കയറി പിടിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏത് സൂപ്പർ സ്റ്റാറിനാണെങ്കിലും അവൻ്റെ ലിംഗം വരെ കാണാതെ പോവും, വാനിഷായി പോവും. അത് പണ്ട് ഞാൻ ഒരിക്കൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ്. ഇനി നായകൻ പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ലിംഗം കാണാതെ പോയി ഈ താരത്തിൻ്റെ എന്ന് വാർത്ത വരുമെന്ന് പറഞ്ഞു. അതായത് സത്യം, അത് അങ്ങനെയാണ് അത് സംഭവിക്കുക. പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ എന്തിനാണ് കയറിയ ആവശ്യമില്ലാത്ത അഭിപ്രായം പറയുന്നത്? ഇവിടെ അഭിപ്രായം പറയാനുള്ള ഒരേ അഭിപ്രായ തൊഴിലാളികൾ ഒരുപാട് ഇവിടെ ചാനൽ ചർച്ച തൊഴിലാളികളും ഒക്കെ ഉണ്ട്. അവർക്കിത് 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 മണിക്കൂറത്തേക്ക് അഭിപ്രായം പറയണം. Let them say something about that. അല്ല, ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ടോ? കാരണം 4-5 വർഷത്തിന് ശേഷം ഈ ഒരു സംഭവം പുറത്തു വിടുന്നു. അത് ഇപ്പൊ പല കാര്യങ്ങളും മറയ്ക്കാനായിട്ടുള്ള സംഭവങ്ങൾ ഒരു മറയുടെ ഭാഗമായിട്ട് പുറത്തു വിട്ടാണെന്ന് ഉള്ള ഒരു 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയ തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും നടക്കുന്നുണ്ട്. അതായിട്ട് തോന്നുന്നുണ്ടോ നമുക്ക്? പൊളിറ്റിക്കലി രാഷ്ട്രീയക്കാർ ബേസിക്കലി ഭീരുക്കളാണ്, അറിയില്ലേ? അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നോക്കണം, പലവരെയും സുഖിപ്പിക്കണം, പലവരെയും നിലനിർത്തണം. അപ്പം അവിടെ ഇവിടെയും തൊടാതെ ഇങ്ങനെ ഒരു ഊതുമ്പോൾ അങ്ങോട്ട് ഉറിഞ്ചുമ്പോൾ ഇങ്ങോട്ടെന്നുള്ളൊരു രീതിയാണ്. അതൊരു പ്രത്യേകിച്ച് ഇത്രയും ശക്തമായ ഒരു പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് പിണറായി വിജയൻ ആരെയും ഭയക്കാത്ത ഒരു സ്ട്രോങ്ങസ്റ്റ് CM ആണ്. അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവരുടെയൊക്കെ പേര് വെളിപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ പെൺകുട്ടികളെ ആക്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിയമ സംവിധാനങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇവരുടെ പേര് വെളിപ്പെടുത്തണം. ഈ വെളിപ്പെടുത്താതെ VIP ഒരു ബലാത്സംഗം ചെയ്താൽ അത് ഒരു പീഡനമെന്നും അല്ലെങ്കിൽ പീഡന ശ്രമമെന്നും ആ രീതിയിലാക്കുകയും
അല്ലാത്തവൻ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്താൽ അത് ക്രൂരമായ പീഡനമെന്നും ബലാത്സംഗമെന്നും പറഞ്ഞ് അവരെ ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം സ്വന്തം ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഓരോ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഓരോ പുരുഷന്മാരുടെ കൂടെ പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചാൻസിന് വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്. അല്ല, ഇങ്ങനത്തെ പല രീതികളിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്ക് പല കഥകൾ കേൾക്കാം. പിന്നെ ചില ഇപ്പം നാട്ടിൽ തന്നെ പലതരത്തിലുള്ള ഈ ഹണി ട്രാപ്പുകാരികളുണ്ട്. അവരുടെ ഒരു 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 അജണ്ട നമ്മൾ തന്നെ ഏറ്റവും കൂടുതൽ വിവാദമായ പല കേസുകൾ ഈ അടുത്ത കാലങ്ങളിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയെന്ന് വെച്ചാൽ പലതും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ എന്തൊക്കെയാണ് വാസ്തവമെന്നും അനുഭവസ്ഥരാണ് അത് പറയേണ്ടതും അറിയേണ്ടതും. അപ്പൊ ഇതിനെ ഒരു ബിസിനസ്സാക്കി കാണുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ ഒരു പെണ്ണിന് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൾ അതിനെ റിയാക്ട് ചെയ്ത് അതിനുള്ള അടുത്ത സ്റ്റെപ്പ് എടുക്കണം. ഇതൊന്നുമല്ല. ഇത് ഓരോ രീതികളിലും ഓരോ കാര്യങ്ങളിലേക്ക് നമുക്ക് വി ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് ആക്ച്വലി. പിന്നെ ഇനി ഒരു പെൺകുട്ടി ഇത് പറഞ്ഞു എന്നുകൊണ്ടാണെങ്കിൽ നിയമം തെളിയിക്കേണ്ടതാണ് ആരൊക്കെ തെറ്റുകാരാണ്. നിയമത്തിന്റെ മുന്നിൽ അത് കൊണ്ടുവരണം, സമൂഹത്തിന്റെ മുന്നിൽ അത് കൊണ്ടുവരണം. അപ്പൊ ഈ തെറ്റുകാരാരാണ് എന്നുള്ളതിനെ മറച്ചു വെക്കാനുള്ള ഒരു അധികാരം ഒരിക്കലും, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് അവരുടെ പേര് വിവരങ്ങൾ അടക്കം വെളിപ്പെടുത്തേണ്ടതാണ് അതിലെ ധാർമ്മികത. അതിൽ ഒരാൾ തെറ്റ് ചെയ്ത് അവന്റെ പൊസിഷനും അവന്റെ പബ്ലിക് ഇൻഫ്ലുവൻസും ഒക്കെ നോക്കിയിട്ട് അതിനെ മാറ്റുന്നത് ഭീരുത്വമാണ്. അത് ധർമ്മം ഉള്ള കാര്യമല്ല. അത് ജനങ്ങൾ തന്നെ ചോദ്യം ചെയ്യേണ്ട വിഷയമാണ്. അതിൽ ഞാൻ മാത്രം സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. അത് ജനങ്ങൾ ചോദിക്കേണ്ടതാണ്. അവരുടെ ആരാധകരാണ്. ഇപ്പൊ പലവരുടെയും വിഗ്രഹം ഉടഞ്ഞു വീഴുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആരാണെന്ന് പറയണം. അല്ലാതെ ഇതിപ്പം മറച്ചു വെക്കുന്നത് ഷണ്ടത്വമാണത്. ആര് തന്നെയാണ് മറച്ചു വെച്ചാലും. ഇതിപ്പം മിന്നുന്നതല്ല പൊന്നല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം അവസ്ഥകൾ വരുന്നത്. കാരണം ഈ ഒരു വിഷയത്തോടു കൂടി നമ്മൾ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ ആരാധിക്കുന്ന പല പേരുകളും അല്ലെങ്കിൽ പല മുഖംമൂടികളും അഴിഞ്ഞു വീടും എന്നുള്ള അവസ്ഥയിലാണ്. ഇതിപ്പം ശരിക്കും ഈ പ്രമുഖ നടന്മാര് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം അതായത് അവർ സംരക്ഷിക്കുന്നത് അമ്മ എന്ന് പറഞ്ഞ സിനിമാ സംഘടന തന്നെയാണെന്നാണ് ഇപ്പം ഏറ്റവും ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളിൽ ഒന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇവരുടെയൊക്കെ പേര് വെളിപ്പെടുത്തും എന്ന് തോന്നുന്നുണ്ടോ? ഇതായിട്ട് വെളിപ്പെടുത്തില്ല. അവർക്ക് ഈ പരാതി കൊടുത്തവർക്ക് വേണമെങ്കിൽ ഒരു ഫേസ്ബുക്ക് ലൈവ് തന്നെ ഇട്ടിട്ട് അവര് റിബല്ലസ് ആയിട്ടുള്ളവരാണ്, ഇത് ഈ WCC ഒക്കെ അല്ലെ അവര് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ റിബലിസം, അവരുടെ ആറ്റിറ്റ്യൂഡ് അതൊക്കെ അങ്ങനെ അറിയുമ്പോൾ അവരത് തുറന്ന് സംസാരിക്കട്ടെ ചാനലിൽ വന്നിട്ട്. ഇതൊക്കെയാണ് ഞാൻ എത്തുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞിരുന്നു, അത് മറച്ചു വെച്ചത് ശരിയായില്ല എന്ന് അവരാണ് സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടത്. പിന്നെ അമ്മ എന്ന് പറയുന്ന സംഘടന, ഞാൻ പണ്ടും പറയുന്നതാണ്, അമ്മ ഒരു തന്തയില്ലാത്ത സംഘടനയാന്ന് പറയും. കാരണം അമ്മയല്ലേ, അച്ഛൻ ഇല്ലല്ലോ. അമ്മ എന്നുള്ളതാണ്, അച്ഛൻ എന്ന് പറയുന്ന ഒരു ഇതില്ല അതിനകത്ത്. അപ്പൊ അമ്മയ്ക്ക് ഭർത്താവില്ലാത്തൊരു സാധനമാണ് അമ്മ. അപ്പൊ അമ്മ എന്നുള്ള പേരില്ല. അമ്മയുടെ അർത്ഥത്തിന് എന്താ അർത്ഥം? ഇത് എന്തമ്മയാണ്? കവിയൂർ പൊന്നമ്മയാണോ? അപ്പൊ വേറെ എന്തെങ്കിലും പൊന്നമ്മയാണോ? അമ്മ എന്ന് പറയുന്നതിന്റെ മാതൃത്വത്തിന്റെ, അമ്മ സംരക്ഷിക്കുന്നവളാണ്, മുലയൂട്ടുന്നവൾ മാത്രമല്ല, കരുതുന്നവളാണ്. അമ്മയുടെ കുഞ്ഞിന് വേണ്ടി, ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ അമ്മ എടുക്കുന്ന പോലെ അത്രയും വൈകാരികമായി ഒരു കുഞ്ഞിനെ വേറെ ആരും സംരക്ഷിക്കില്ല. കാരണം എനിക്ക് എൻ്റെ അമ്മ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ആ അമ്മയ്ക്ക് മറ്റുള്ള മക്കളെ കാണുമ്പോൾ എൻ്റെ മോൻ്റെ അവസ്ഥ പോലെ കണ്ട് അതാണ് അമ്മ എന്ന് പറയുന്നത്. നമ്മൾ അത്രയും പവിത്രമായ ഒരു വാക്കിനെ ഇതുപോലുള്ള നാരതരങ്ങൾ കാണിക്കുന്ന സംഘടനയിൽ അങ്ങനെ ഒരു പേര് മാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മ എന്ന് മാറ്റിയിട്ട്, അല്ലെ ഇങ്ങനെ പറയുകയാണെങ്കിൽ വേറെ വല്ല വാക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് അൺപാർലമെന്ററി വേർഡാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്ക് ഈ സംഘടനയ്ക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. പക്ഷെ എന്ന് കരുതി എല്ലാ കലാകാരെയും ഇതേപോലെ നമുക്ക് അപമാനിക്കാനും പറ്റില്ല. ഒരുപാട് നല്ല കലയെ ദൈവത്തെ പോലെ, മൂകാംബിക ദേവിയുടെ വരദാനം പോലെ കണ്ട് കലയെ ഉപാസിക്കുന്ന നല്ല കലാ ഉപാസകർ നമുക്ക് നാട്ടിലുണ്ട്. പലവർക്കും അവര് ഈ പറയുന്ന പോലെ അവരുടെ വ്യക്തിത്വം, അവരുടെ അഭിമാനം ഇതൊക്കെ അടിയറ വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയ കാര്യങ്ങളുണ്ട്. ഇത് കൂടുതലും ഈ ഒരു രീതിയിൽ തറ രീതിയിൽ കാണിക്കുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയും മാത്രം എനിക്ക് അടുപ്പം ഈ ഇൻഡസ്ട്രിയുമായിട്ട് പല പേരിലും ഉണ്ട്.
അതിൽ ക്വാളിറ്റിയുള്ള ഒരുപാട് നടീനടന്മാരും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് നോക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വളരെ മോശമാണ്, ഇത് ഒരു തരം ആൺവേഷികളുടെയും പെൺവേഷികളുടെയും ഒരു കൂടാണെന്നൊക്കെ പറയുന്ന ഒരു സൊസൈറ്റിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ആ ഇൻഡസ്ട്രി. ഇപ്പൊ ഇത് ആത്മീയ മേഖലയിൽ എത്ര തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, എത്ര ഇതിനേക്കാളും കൂടുതൽ വ്യഭിചാരങ്ങൾ നടക്കുന്നുണ്ട്, പീഡനം ബലാത്സംഗമൊക്കെ നടക്കുന്നുണ്ട്. നമ്മളുടെ ഇത് സർക്കിളിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നിനെയും അതിനെ കോംപ്രമൈസ് ചെയ്യാറില്ല. അതിനെ ഏതൊക്കെ രീതിയിൽ ചിലപ്പോൾ നിയമപരമായി ശിക്ഷ മേടിച്ചു കൊടുക്കും, നിയമത്തിന്റെ പഴുത് വിട്ടുപോയിട്ടുള്ളവരെ അല്ലാത്ത രീതിയിലും അവർ ചെയ്തതിന്റെ കർമ്മഫലം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടേ നമ്മൾ പോയിട്ടുള്ളൂ. അത് നമ്മളുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നവർക്ക് അറിയുന്നതാണ്. അതുപോലെ എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷെ ഇതിൽ സിനിമയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, സിനിമയിൽ ഇപ്പൊ എത്രയും ബലാത്സംഗം നമ്മൾ അല്ലാതെ നാട്ടിൽ നടക്കുന്നുണ്ട്, എത്രയും പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു പെണ്ണിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് നിന്റെ അനുഭവം? നിന്റെ നാട്ടിലുള്ള എല്ലാ ഞരമ്പ് രോഗികളുടെയും ഇത് വെപ്രാളങ്ങളും പ്രഹസനങ്ങളും നമുക്കതിൽ കാണാം. സ്റ്റുഡൻസിനോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന എത്ര ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ, അല്ലെ എത്ര വാദ്യരും ഉണ്ട് ഇവിടെ. ഇവിടെയാണ് ഇതില്ലാത്ത. ഇതൊക്കെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് അതിനുള്ള ചികിത്സ കൊടുക്കണം. അവരെ ഒരു പെണ്ണിന്റെ ഇഷ്ടമല്ലാതെ അവളുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് അവളുടെ റൈറ്റാണത്, അവളുടെ അവകാശം അല്ലെങ്കിൽ അവളുടെ മാന്യത ഇതിനെയൊക്കെ നശിപ്പിക്കാനോ ഇതിനൊന്നും ഇവിടെ ആർക്കും റൈറ്റ് ഇല്ല. എന്നാൽ ചില പെണ്ണുങ്ങൾ ഹണി ട്രാപ്പായിട്ട് നടക്കുന്നവരുണ്ട്, അവരെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് ഈ പറയുന്ന റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അത്രമാത്രം ഗൗരവം സർക്കാരിനോട് കാണിച്ചിട്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സർക്കാർ നമ്മൾക്ക് നീതി നേടിത്തരും, അത് കോടതിയിലേക്ക് ആ റിപ്പോർട്ട് കൃത്യമായിട്ട് എത്തിക്കും, വെള്ളം ചേർക്കാതെ എത്തിക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവളുടെ അനുഭവങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതിനെ അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ് അവിടുത്തെ ധാർമ്മികത അല്ലെങ്കിൽ അവിടുത്തെ ധർമ്മബോധം എന്നൊക്കെ പറഞ്ഞ് അതങ്ങനെയാണ്. അപ്പൊ അത് ചെയ്യാതെ വരുമ്പോൾ വീണ്ടും ഈ സിനിമാ ലോബിയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഈ സിനിമയിലെ ഈ കുറച്ച് പുഴുക്കുത്തുകളുടെ മുന്നിൽ വീണ്ടും സമൂഹത്തിന്റെ മുന്നിൽ ഈ വില്ലന്മാരിങ്ങനെ നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് എല്ലാത്തിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഇവിടെ ഈ മയക്കുമരുന്ന് മാഫിയനെ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത്, ഈ മയക്കുമരുന്ന് മാഫിയനെ ഇത്രയും രീതിയിൽ കേരളത്തിലേക്ക് ആക്കിയത് കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രിയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥാനം കൊടുത്തിരുന്ന സിദ്ദിഖിക്കയായിരുന്നു 2012 എന്നോട് വളരെ വേദനയോടുകൂടി പറഞ്ഞ്, സ്വാമി എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടീനെ ഈ ഡ്രഗ് മാഫിയ ഇതാക്കി ആ കുട്ടീനെ നശിപ്പിച്ചു. ഈ സമൂഹത്തിൽ ഒരു കുഞ്ഞു പോലും ഇങ്ങനെ ആവരുത്, ഇങ്ങനെ ഒരു അവസ്ഥ ഒരു കുഞ്ഞിനും ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് ഇതിനെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ പ്രവർത്തനങ്ങളെ കണ്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പറയുന്നത്. ഞാൻ പറഞ്ഞു, സിദ്ദിഖിക്ക എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല ഇവിടുത്തെ അവസ്ഥ എന്നാണ്, ഞാൻ ഒന്ന് പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അതിൽ നിന്ന് 2 വർഷം എടുത്തു എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതാക്കാൻ. ഇതിൻ്റെ ഇടയിൽ ഞാൻ സിദ്ദിഖിക്കനെ വിളിച്ചു പറഞ്ഞു, വിക നിങ്ങളുടെ ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ, ഇന്ന ആൾക്കാരാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇവരുടെ പാർട്ടി ഇവർ സ്പ്രെഡ് ചെയ്യുന്നത് ഇത്. എന്നിട്ട് ഞാൻ പലവരുടെയും പേര് വെച്ചിട്ട് നമ്മുടെ ഒരു ഓൺലൈൻ മീഡിയ വഴി നമ്മൾ അവതാർ എന്ന് പറയുന്ന ഒരു മീഡിയ വഴി ഞാൻ പബ്ലിഷ് ചെയ്തു. എനിക്കെതിരെ വക്കീൽ മറ്റേ പോലീസ് ഇത് കോൾ വരുന്നു, എനിക്കെതിരെ നോട്ടീസ് വരുന്നു പോലീസ് സ്റ്റേഷനിൽ. ഞാൻ പറഞ്ഞു, കോടതിയിൽ ഞാൻ തെളിയിക്കാം, നിങ്ങളിത് അത് പേര് പിൻവലിക്കണം. ഞാൻ സാധ്യമല്ല, പിൻവലിക്കാൻ പറ്റില്ല, തെളിയിക്കേണ്ടത് കോടതിയിലാണ്. നിങ്ങൾ കേസ് ഇട്ടോ, എൻ്റെ പേരിൽ FIR ഇട്ടോളൂ, അല്ലെങ്കിൽ ഇത് ചെയ്തോളൂ. അവസാനം ഇതിൻ്റെ ഡീറ്റെയിൽസ് അത്രയും ഇന്നാണെന്ന് കണ്ടപ്പോൾ ബാക്കിയുള്ളവർ ഭയക്കാൻ തുടങ്ങി. പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പോലീസിനും കാര്യം പിടികിട്ടി. പോലീസ് ആ കേസ് അപ്പോൾ തന്നെ റെഫർ ചെയ്തു, നോ ദിസ് ഈസ് സംതിങ് ജെന്യൂൻ. അപ്പൊ അന്ന് ഇവിടെ ഇവരെ സപ്പോർട്ട് ചെയ്യും. ഇന്ന അവസ്ഥ എന്താണ്? അപ്പൊ സിനിമാക്കാർ കാണിക്കുന്നത് വെച്ചാൽ ജീവനില്ലാത്തൊരു ക്യാമറയുടെ മുന്നിൽ പല ജീവിതങ്ങളുടെ കഥകൾ കൈയും കാലും പൊക്കി കാണിച്ച് ഇത് കാണിക്കുന്നവനല്ല ഹീറോസ് എന്നുള്ളതും കൂടെ വേറൊരു ഫാക്റ്റാണ്. എന്നാൽ ജീവിതത്തിലും സിനിമയിലും ഹീറോ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു, സാമൂഹ്യ വിഷയങ്ങളിൽ അവരിടപെടുന്നു, അവരുടെ ശബ്ദം സിനിമയിൽ മാത്രമല്ല, ബിഗ് സ്ക്രീനിൽ മാത്രമല്ല, സമൂഹത്തിലും അവർ തരുന്നു. അത്രയും ധർമ്മബോധമുള്ള ആർട്ടിസ്റ്റുകൾ നമുക്കുണ്ട് ഇവിടെ, എത്രയോ പേരുണ്ടായിരുന്നു. അവർക്കെതിരെയും പല പ്രശ്നങ്ങളും ഈ സൊസൈറ്റിയിൽ കണ്ടതല്ലേ, അവർക്കെതിരെ തന്നെ ഉള്ള ഗ്രൂപ്പ് പോരുകൾ. അപ്പൊ എല്ലായിടത്തും ഈ പറയുന്ന പോലെ ഇവൽ എനർജി ഉണ്ട്.
അത് ആ ഇവൽ എനർജിയെ കണ്ടെത്തി നിൽക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. സിനിമയൊക്കെ എന്ന് വെച്ചാൽ അത്രയും ദിവ്യമായി കൊണ്ടുപോകേണ്ടതാണ്. കുറേ പേരുടെ ജീവിതങ്ങളാണ്. എല്ലാവർക്കും ഒരേപോലെ തന്നെ ജീവിക്കാൻ പറ്റില്ല. അവരുടെ കലാപരമായിട്ടുള്ള വാസനകളും കഴിവുകളും പ്രകടിപ്പിക്കാനും അതിൽ നിന്ന് കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ, അത് അവർക്ക് ജീവിക്കാനുള്ള ഇതൊക്കെ പലതും നശിപ്പിക്കുകയാണ്. ഇതൊരു മോണോപോളിയുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നത് ശരിയല്ല. അതിന് ജനങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് ഇറങ്ങണം. ഈ വിക്ടിംസ് ആയിട്ടുള്ള ഇരകളായിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ജനത്തിന്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇതാണ്. അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് സംസാരിച്ചു, ഞാനിങ്ങനെ പറഞ്ഞു. എൻ്റെ അടുത്ത് ആരും ഇതിനെപ്പറ്റി ഒന്നും വന്ന് സഹായിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ നിന്ന് ഹെൽപ്പ് വേണമെന്നോ ഒന്നും അവർ ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെടാത്തവരടുത്ത് ഞാൻ നിന്നെ സഹായിച്ചോട്ടെ, ഹലോ ഒന്ന് നിൽക്കുമോ, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തോട്ടെ, അയ്യോ നിൽക്കണേ ഞാനൊന്ന് സഹായിക്കും, ഇങ്ങനെ പറയാൻ എനിക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കാതെ.